വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ബൈബിളിലെ വളരെ പ്രസിദ്ധമായ ഒരു ചോദ്യമാണ്. ഒരു ചോദ്യവും ആ ചോദ്യത്തിനുള്ള മറുപടിയുമാണ് യഥാർത്ഥത്തിൽ. കർത്താവ് കായനോട് പറയുകയാണ്, ഉൽപ്പത്തി 4:9, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർ തിരിച്ചറിയാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ദൈവോന്മുഖരായ മനുഷ്യർ മാത്രം തിരിച്ചറിയുന്നൊരു വിഷയം, നമ്മളുടെ സഹോദരൻ്റെ ജീവിതത്തെക്കുറിച്ച്, നമ്മളുടെ കൂടെ താമസിക്കുന്ന നമ്മളുടെ ചുറ്റുവട്ടത്തിലുള്ള വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ എന്ന സത്യം. പിശാച് മനുഷ്യനെ പ്രലോഭിപ്പിച്ച കാലം മുതൽ, പിശാചിൻ്റെ പ്രലോഭനത്തിൽ മനുഷ്യൻ വീണുപോയ കാലം മുതൽ, എല്ലാ പ്രധാനപ്പെട്ട സ്വർഗീയ രഹസ്യങ്ങളെയും തല തിരിച്ച് മനസ്സിലാക്കുന്നതാണ് മനുഷ്യൻ്റെ അവസ്ഥ. നമ്മളെല്ലാവരും ഈഗോ സെൻട്രിക് ആയിപ്പോയി. നമ്മളെല്ലാവരും നമ്മളെ മാത്രം കേന്ദ്രീകരിച്ച് ചിന്തിക്കുന്നവരായിപ്പോയി. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകളെ ഒന്ന് വിലയിരുത്തി നോക്കിക്കേ. നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം നമുക്ക് പ്രയോജനം ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചും നമുക്ക് പ്രയോജനം ചെയ്ത മനുഷ്യരെക്കുറിച്ചും ഉള്ള ചിന്തകളാണ് നമ്മളുടെ ഉള്ളിൽ കൂടുതലും വളരെ സന്തോഷത്തോടെ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഉപകാരം ചെയ്യാതെ പോയ മനുഷ്യരെ നമ്മൾ വളരെ വേദനയോടെ, ദേഷ്യത്തോടെ നമ്മുടെ ഉള്ളിൽ കാണുകയും ചെയ്യുകയാണ്. ഈ ലോകത്തിൽ എല്ലാവരും എനിക്ക് ഉപകാരം ചെയ്യണം, അഥവാ എന്നെ സഹായിക്കണമെന്ന ചിന്തയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എന്നെ സഹായിച്ചവരുടെ ഒരു ലിസ്റ്റ് തന്നെ എൻ്റെ മനസ്സിലുണ്ടായേക്കാം, അല്ലെങ്കിൽ എന്നെ സഹായിക്കാനും എനിക്ക് ഉപകാരപ്പെടാനും സാധ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റ് തന്നെ എൻ്റെ മനസ്സിലുണ്ടായേക്കാം. ഞാൻ ആരോടെങ്കിലും കൂട്ടുകൂടുന്നെങ്കിലോ, ഞാൻ ആരുമായെങ്കിലും ബന്ധം സ്ഥാപിക്കുന്നെങ്കിലോ അതാരായിരിക്കും? എനിക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ആളായിരിക്കും. ഇനി ഞാൻ ആർക്കെങ്കിലും ഉപകാരം ചെയ്യുന്നെങ്കിൽ അതാർക്കായിരിക്കും? ആ ഉപകാരം ഒരു നന്ദിയുടെയോ ഒരു നന്മയുടെയോ രൂപത്തിൽ എന്നിലേക്ക് തിരിച്ചു വരുവാൻ സാധ്യതയുള്ള ഒരാൾക്കാണ് ഞാൻ ഉപകാരം ചെയ്യുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ എന്തു ചെയ്താലും എന്നെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു ആത്മീയതയും ഒരു ജീവിതവും കായൻ്റെതിന് തുല്യമായൊരു ജീവിതശൈലിയാണ്. കർത്താവ് നമ്മളെ എന്തിനാണ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് ബൈബിളിലൂടെ ഒന്ന് ചിന്തിച്ചു നോക്കാം. പ്രിയമുള്ളവരെ, ഇസ്രയേലിലെ വലിയൊരു വ്യക്തിത്വമാണ് പൂർവ്വപിതാവായ ജോസഫ്. ഈ പൂർവ്വപിതാവായ ജോസഫിൻ്റെ ചരിത്രം നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ നമ്മളെപ്പോഴും ഈഗോ സെൻട്രിക് ആയിട്ടാണ് ആ ഭാഗം വായിക്കുന്നത്. അതായത് പൂർവ്വപിതാവായ ജോസഫ് നമുക്കൊരു ഹീറോയാകുന്നത് അദ്ദേഹം തൻ്റെ ജീവിത സാഹചര്യങ്ങളെ തനിക്കനുകൂലമാക്കി മാറ്റിയ ആധ്യാത്മിക സൂത്രങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് കണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഹീറോയായിട്ട് കാണുന്നത്. ജോസഫ് അങ്ങനെ ചെയ്തത് കൊണ്ട് ജോസഫിന് ഇങ്ങനെ ഒരു നന്മയുണ്ടായി. ജോസഫ് അങ്ങനെ ചെയ്തത് കൊണ്ട് ജോസഫിന് ഇങ്ങനെ ഈജിപ്തിലെ രാജാവിന് തുല്യമായ പദവിയിലെത്തുവാൻ സാധിച്ചു. അങ്ങനെ ജോസഫിൻ്റെ വിജയങ്ങൾ കാരണമായി തീർന്നിരിക്കുന്നത് ജോസഫിൻ്റെ ഇന്ന പ്രവൃത്തികളാണ്, ആറ്റിറ്റ്യൂഡ്സ് ആണ് എന്നൊക്കെയാണ് നമ്മൾ ജോസഫിനെ കുറിച്ച് പഠിക്കുന്നത്. പലപ്പോഴും ജോസഫിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? കാരണം ജോസഫ് ചെയ്തതുപോലെ ചെയ്താൽ എനിക്ക് നന്മയുണ്ടാകും, അഥവാ എനിക്ക് നേട്ടമുണ്ടാകും. എന്നാൽ ജോസഫ് തൻ്റെ ജീവിതത്തെ വിലയിരുത്തിയത് എങ്ങനെയാണെന്ന്, തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെ വിലയിരുത്തിയത് എങ്ങനെയാണെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കാം.
ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, എന്നെ ഇവിടെ വിട്ടതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. ആ വാക്കിൽ ഇങ്ങനെയാണ് വ്യക്തം, നിങ്ങളുടെ എല്ലാവരുടെയും ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ദൈവം എന്നെ ഉപകരണമാക്കിയതാണ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയാണ് ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചത്. ജോസഫ് കാണുന്നത് ജോസഫിൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകാൻ വേണ്ടിയ മാത്രമാണ് ദൈവം ജോസഫിനെ അങ്ങോട്ടേക്ക് അയച്ചു എന്നല്ല. ജോസഫ് കണ്ടത് ഇസ്രായേൽ മക്കൾക്ക് മുഴുവൻ, തനിക്ക് ദ്രോഹം ചെയ്ത മക്കൾക്ക് പോലും നന്മ ചെയ്യാൻ വേണ്ടിയാണ് തന്നെ ദൈവം ഈ കഷ്ടതകളിലൂടെ കടത്തിവിട്ടതെന്നാണ്. പ്രിയമുള്ളവരെ, മോശയുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ മോശയെ ദൈവം നേതാവാക്കി, അങ്ങനെയുള്ള വശങ്ങൾ മാത്രമാണ്. നമ്മളുടെ ഈഗോ സെൻട്രിക് വ്യൂ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളുടെ സ്വാർത്ഥപരമായ ചിന്ത ബൈബിൾ വായിക്കുമ്പോൾ പോലും അതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. മോശയെ ദൈവം നേതാവാക്കി നിർത്തിയിരിക്കുന്നു, വലിയവനാക്കി നിർത്തിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുക. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം മോശയെ വിളിച്ചത് എന്തിനാണ്? ദൈവം മോശയെ വിളിച്ചത് മറ്റുള്ളവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുവാൻ, ദൈവത്തോടൊപ്പം നിൽക്കുവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ദൈവം അവന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, സഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്തപ്പോഴും ദൈവത്തിൻ്റെ ഉദ്ദേശം അതാണ്, മോശ തൻ്റെ സഹോദരങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തന്നോടൊപ്പം നിൽക്കണം. അതിനുവേണ്ടി മോശയുടെ ജീവിതത്തിൽ മരുഭൂമി അനുഭവം ഉണ്ടായിട്ടുണ്ട്, കുടുംബത്തെ വിട്ടുപോകേണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്, ദീർഘനാൾ പ്രവാസത്തിലായിരിക്കേണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഭയത്തിലായിരിക്കേണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്, സ്വന്തം കോൺഫിഡൻസ് നഷ്ടപ്പെടേണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മോശയ്ക്കുണ്ടാകുമ്പോൾ മോശയുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ്റെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, അവരെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഇവൻ എന്നോടൊപ്പം നിൽക്കണം. എന്നാൽ അഹറോന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അഹറോനും ഒരു വലിയ വിളിയാണ് ദൈവം കൊടുത്തത്. അഹറോനും ഇസ്രയേലിലെ അതിശക്തമായ ഒരു നേതൃത്വമാണ് ദൈവം കൊടുത്തത്. എന്നാൽ അഹറോന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മോശയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി ഇസ്രായേൽ മക്കളുടെ മേൽ ദൈവത്തിനുള്ള പദ്ധതികൾ നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പൂർവ്വപിതാവായ അബ്രഹാമിനെ കുറിച്ച് എടുക്കാം. നമ്മൾ അബ്രഹാമിൻ്റെ കാര്യം വായിക്കുമ്പോഴും അബ്രഹാം എന്നൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് വലിയൊരു പിതാവായി തീരുന്നു, ഇങ്ങനെയാണ് നമ്മൾ കാണുന്നതെല്ലാം. എന്നാൽ ശരിക്കും അതിനെ ഈഗോ ഇല്ലാത്ത, നമ്മളുടെ സ്വാർത്ഥതയില്ലാത്ത ഒരു കണ്ണിലൂടെ ഒന്ന് വായിക്കാൻ ശ്രമിച്ച് നോക്കിക്കേ. അബ്രഹാമിനോട് ദൈവം വിളിക്കുമ്പോൾ, അബ്രഹാമിനെ ദൈവം കഷ്ടപ്പെടുവാനായി നിയോഗിക്കുമ്പോൾ, വേദനകളിലൂടെ കടത്തിവിടുമ്പോൾ, ദൈവം അബ്രഹാമിൽ നിന്ന് ആഗ്രഹിച്ചത് ലോകത്തിലെ മുഴുവൻ ജനതകൾക്കും അനുഗ്രഹമാകുന്ന ഒരു സംസ്കാരം തുടങ്ങി വയ്ക്കുവാൻ, ഒരു പരമ്പര തുടങ്ങി വയ്ക്കുവാൻ, ലോകത്തിലെ സകല ജനതകൾക്കും അനുഗ്രഹമാകുന്നവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ, ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ അബ്രഹാം തൻ്റെ കൂടെ നിൽക്കണം എന്ന ദൈവത്തിൻ്റെ വലിയ പദ്ധതി നടപ്പിലാക്കുവാനാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, പൗലോസിനെ വിളിക്കുന്നത് നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, പൗലോസിനെ അപ്പസ്തോലനാക്കിയതിലൂടെ ദൈവം വലിയ പ്രവൃത്തിയാണ് ചെയ്തത്, വലിയ പ്രവൃത്തിയാണ് ചെയ്തത്. പൗലോസ് വലിയ മാനസാന്തരത്തിലൂടെ കടന്നു വരുന്നു, അപ്പസ്തോലനാകുന്നു. പൗലോസിൻ്റെ ലേഖനങ്ങൾ ബൈബിളിൽ ഉൾപ്പെടുത്തുന്നു. പൗലോസിന് വലിയ പ്രാധാന്യം ദൈവശാസ്ത്രപരമായ ലോകത്തൊക്കെ ലഭിക്കുന്നു. പൗലോസിൻ്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ടാകുന്നു. എന്ത് വലിയൊരു നേതാവാണ്, എത്ര വലിയൊരു ആത്മീയ ആചാര്യനാണ് പൗലോസ്, എത്ര മഹനീയമായ വിളിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഹീറോയിസമാണ് നമ്മളെ മുഴുവൻ ആകർഷിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ ചില വാക്കുകൾ കേട്ടതുകൊണ്ട് പൗലോസ് ഒരു ഹീറോയായി എന്ന് നമ്മൾ പഠിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ലാളിത്യമുള്ള, നമ്മളുടെ സ്വാർത്ഥതയില്ലാത്ത, നിസ്വാർത്ഥമായ ഹൃദയത്തോടു കൂടി ബൈബിൾ എന്ന് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പൗലോസിനെ ദൈവം എന്തിനാണ് വിളിച്ചതെന്ന് അറിയാമോ? കർത്താവിൻ്റെ വചനം പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 15-16 വാക്യം. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. അനനിയാസിനോട് പൗലോസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന്
ഞാൻ കാണിച്ചു കൊടുക്കും. പ്രിയമുള്ളവരെ, പൗലോസിൻ്റെ വലിയ ലീഡർഷിപ്പും വലിയ പ്രാഗൽഭ്യവും അതിലേക്ക് നയിച്ച പൗലോസിൻ്റെ സമർപ്പണവും ഒക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ, ദൈവം പൗലോസിൽ കാണുന്നത് വിജാതീയരുടെ അടുക്കൽ, രാജാക്കന്മാരുടെ അടുക്കൽ, ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ തൻ്റെ നാമം വഹിച്ച് അവരെ തൻ്റെ നാമത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി തന്നോട് സഹകരിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ഇവനെന്നാണ്. അതായത് ബൈബിളിൽ കാണുന്ന എല്ലാ വ്യക്തികളിലും തെളിഞ്ഞു കാണുന്നൊരു കാര്യം, തൻ്റെ സഹോദരനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുവാൻ ദൈവത്തോട് സഹകരിക്കുന്നവരെയാണ് നമ്മൾ ദൈവദാസന്മാരെന്ന് കാണുന്നത്. പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പിതാവിൻ്റെയും ജീവിതമൊന്ന് കണ്ടു നോക്കിക്കേ. അവരുടെ ജീവിതത്തിൽ യേശുവിനെക്കുറിച്ച് ഉള്ള സ്വപ്നമല്ല, യേശുവിനെക്കുറിച്ച് പിതാവായ ദൈവത്തിനുള്ള സ്വപ്നം നിറവേറ്റുവാൻ വേണ്ടി യേശുവിനെ വളർത്തുക എന്നതായിരുന്നു അവരുടെ ദൗത്യം. നമ്മൾ ബൈബിളിൽ കാണുന്ന വിശുദ്ധരായ സകല ദൈവമക്കളുടെയും മാതാപിതാക്കൾ അവരെ വളർത്തിക്കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് മറ്റുള്ളവരെക്കുറിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാൻ സഹായിക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് നമ്മൾ ഈഗോ സെൻട്രിക് ലൈഫിൽ നിന്ന്, നമ്മളുടെ സ്വയം കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് സ്വതന്ത്രമാവുന്നത്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ സഹോദരൻ, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സഹോദരനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ സഹായിക്കാനാണ്. ഒരു ഭാര്യ ചിന്തിക്കേണ്ടത്, എൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുവാൻ സഹായിക്കേണ്ട സഹകാരിയാണ് ഞാൻ. ആ ഭാര്യയുടെ ഈഗോ അപ്പം തന്നെ അടിച്ചു പോകും, വിട്ടുപോകും. ഭാര്യ സാധാരണ ലൗകികമായ ഒരു ഭാര്യ, ലോക ജീവിതം നയിക്കുന്ന ഒരു ഭാര്യ, അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റുവാനുള്ളൊരു വ്യക്തിയായിട്ടാണ് ഭർത്താവിനെ കാണുന്നത്. എന്നാൽ ദൈവദാസിയായ ഒരു ഭാര്യ അല്ലെങ്കിൽ ദൈവദാസനായ ഒരു ഭർത്താവ് തൻ്റെ ജീവിത പങ്കാളിയെ കാണുന്നത് ദൈവത്തിന് പ്രത്യേക പദ്ധതികളുള്ള ഒരാളായിട്ടാണ്. ഈ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നടപ്പിലാക്കാൻ ദൈവത്തോട് സഹകരിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വന്തം വീട്ടിൽ ദൈവം മക്കളെ തരുമ്പോൾ, മക്കൾ നമ്മുടെ മുമ്പിൽ കളിച്ചു വളരുമ്പോൾ നമ്മൾ സ്വപ്നങ്ങൾ മെനയുകയാണ് മക്കളെക്കുറിച്ച്. ഹോൾഡ് ഓൺ, ഒരു നിമിഷം നിൽക്കുക. ആ മക്കളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി അവരെ വളർത്താനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ ആൾക്കാർ ഈ മക്കളെക്കുറിച്ച് ഒരുപാട് പദ്ധതികൾ പറയും, ഒരുപാട് കാര്യങ്ങൾ പറയും, അവർക്കൊരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ആ കുഞ്ഞിനെ സൃഷ്ടിച്ചത് ഞാനാണ്, ആ കുഞ്ഞിനെ നിന്റെ കുഞ്ഞായി അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളായി നിങ്ങളെ അവരോധിച്ചത് ഞാനാണ്. ഞാൻ ആ കുഞ്ഞിനെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ആ കുഞ്ഞിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവൻ ദൈവത്തിൻ്റെ വചനങ്ങൾ ഇങ്ങനെ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവൻ ഈ രീതിയിൽ ആരാധിക്കുന്നവനായി തീരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവന് പ്രാർത്ഥനാ ചൈതന്യം ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവൻ മറ്റുള്ളവരെ സഹായിക്കുന്ന, മറ്റുള്ളവരെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയായി തീരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവനെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് അവനെ കൊണ്ടുവരുവാൻ സഹായിക്കാനാണ് നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ മനുഷ്യരിൽ മാത്രം കാണുന്ന മനോഹരമായ ഒരു സത്യമാണിത്. ഒരു സിംഹമോ കടുവയോ പുലിയോ എടുത്തു നോക്കുക. ഈ ലോകത്തിലെ ആ ഒരു പ്രത്യേക തരത്തിലുള്ള സംവിധാനത്തിൽ ചിലപ്പോൾ പരസ്പരം ഈ ജീവികൾ നമ്മളെ സഹായിക്കുന്നുണ്ടാകാം. പ്രകൃതിയുടെ പരിസ്ഥിതിയൊക്കെ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആത്യന്തികമായി ഈ ജീവികൾക്ക്, ഒരു ജീവി കുറച്ചു കാലം ജീവിക്കുന്നു മരിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു ജീവിയെ വളർത്തിക്കൊണ്ടുവന്ന് ഈ സമൂഹത്തിനും ലോകത്തിനും ദൈവത്തിനും ദൈവരാജ്യത്തിനുമൊക്കെ പ്രയോജനപ്പെടുന്ന ഒന്നാക്കി മാറ്റുവാനുള്ള ഉത്തരവാദിത്വം ജന്തുക്കൾക്കൊന്നുമില്ല. മനുഷ്യന് മാത്രമേ ഉള്ളൂ. മനുഷ്യന് മാത്രമേ ഉള്ളൂ. കാരണം മനുഷ്യരാണ് ദൈവമക്കൾ. അതുകൊണ്ട് തന്നെ ദൈവമക്കളായ നമുക്ക് മറ്റു ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി തിന്നു കുടിച്ച് ജീവിച്ച് ഉറങ്ങിപ്പോവുക എന്നതിനപ്പുറം, ഇര തേടുക, സന്തോഷിക്കുക, കിടന്നുറങ്ങുക, എഴുന്നേൽക്കുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ എല്ലാ ദൈവവിളിക്കും ഒരു പരമ്പരയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിൽ നിന്നൊരു പരമ്പര പുറപ്പെടുകയാണ്.
ആ പരമ്പരയിലൂടെ ഈ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഞാനൊരിക്കൽ ഒരു ചെറുപ്പക്കാരുടെ ഒരു ധ്യാനത്തിനൊരു നേതൃത്വ പരിശീലന പ്രോഗ്രാമിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞ സമയത്ത് അവരുടെ കണ്ണു തുറക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ പറയുകയാണ്. അതായത് ഒരു സാധാരണ വ്യക്തി ഇന്ന് ഒരു കുടുംബജീവിതം നയിക്കുകയാണ്. ആ വ്യക്തിക്ക് ഒരു 3-4 മക്കളുണ്ട്. എന്നാൽ 200 വർഷം കഴിയുമ്പോൾ ആ വ്യക്തിയുടെ 3-4 മക്കളിൽ നിന്ന് പുറപ്പെട്ട ഒരു വലിയ തലമുറ, അനേകം പേർ ഈ ഭൂമിയിൽ അന്ന് ജീവിക്കുന്നുണ്ടാകും. ഒരു 10-200 വർഷം കഴിയുമ്പോൾ അവരുടെ എല്ലാം ആ തലമുറയുടെ മുഴുവൻ ആ പൂർവ്വ പിതാക്കന്മാർ ആരാണ്? മാതാപിതാക്കൾ ആരാണ്? ഇവരാണ്, ഈ ദമ്പതികളാണ്. ഇവരിൽ നിന്ന് പുറപ്പെട്ടു വന്നവരാണ് ആ തലമുറ. അപ്പോൾ ഒരു 10-200 കൊല്ലം കഴിയുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുവാനിരിക്കുന്ന അനേകം കുടുംബങ്ങളുടെ അപ്പനും അമ്മയുമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു അപ്പനും അമ്മയും. നിങ്ങളുടെ മക്കൾ ഏത് ആത്മീയ ചൈതന്യമാണ് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത്, ആ ആത്മീയ ചൈതന്യമാണ് അവർ അവരുടെ മക്കളിലേക്ക് പകരുവാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ 200 വർഷം കഴിഞ്ഞ് ഈ ലോകത്ത് ജീവിക്കുവാനിരിക്കുന്ന നിങ്ങളുടെ തലമുറ, അനേകം പേരുള്ള ആ തലമുറ, ആ വലിയ കുടുംബം, ആ കുടുംബം ഏത് ആത്മീയതയിൽ ജീവിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ചിലർ പറയാറില്ലേ, 10 തലമുറയ്ക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്നുവെന്ന്. 10 തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് അവിടെ തന്നെ 10 തലമുറയെ അനുഭവിക്കുമെന്ന് പറയാനും നമുക്ക് പറ്റത്തില്ല. കാരണം ഇതിൽ ഒരു തലമുറയിൽപ്പെട്ട ഒരുത്തൻ ആ പൈസ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാം ദാരിദ്ര്യത്തിൽ കഴിയും. എന്നാൽ ആത്മീയ പൈതൃകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ആത്മീയ പൈതൃകത്തിന് ജീവൻ പകരുവാനുള്ള അസാധാരണമായ ഒരു കഴിവുണ്ട്. ഒരാളിലേക്കല്ലല്ലോ, നമ്മളൊരു തലമുറയിലേക്കാണ് നമ്മുടെ ജീവൻ പകരുന്നത്. ആത്മാർത്ഥമായി നമ്മൾ പകരുന്ന ദൈവിക ജീവൻ ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നത് പോലെ, നമ്മളുടെ പൂർവികർ വീട് വയ്ക്കുന്നതിന് മുമ്പ് ദേവാലയം വെച്ചും, വീട് വയ്ക്കുന്നതിന് മുമ്പ് ഇടവക, കുടുംബം പണിയുന്നതിന് മുമ്പ് ഇടവക മടുതും, ജപമാല മണികൾ കൈകളിലൂടെ കടത്തിവിട്ടും, നിരന്തരം പ്രാർത്ഥിച്ചും കുർബാനയിൽ പങ്കെടുത്തും ഉപവസിച്ചും നോമ്പ് നോറ്റും ഉണ്ടാക്കിയ ഒരു സംസ്കാരത്തിലാണ് കേരളത്തിൽ ഇന്നത്തെ തലമുറ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ മുഴുവൻ വലിയ അപജയങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലും നമ്മുടെ തലമുറ അതിനെതിരെ തിരിച്ച് കയറി വരുന്നതിൻ്റെ, നമ്മുടെ തലമുറ പ്രാർത്ഥനയിലും ആത്മീയതയിലും തിരിച്ച് കയറി വരുന്നതിൻ്റെ, നമ്മുടെ തലമുറയിൽ നിന്ന് അനേകം ആത്മീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? നമ്മുടെ പൂർവികർ നമുക്ക് തന്നൊരു പാരമ്പര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ പൂർവികർ നമുക്ക് വേണ്ടി പണിതുയർത്തിയ ആ വലിയ ആത്മീയ ചൈതന്യം നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പോയേ മതിയാകൂ. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയ അബദ്ധം എന്താണെന്ന് അറിയാമോ? ഇന്ന് നമ്മളുടെ പ്രയോറിറ്റികളെ ലോകം മാറ്റിമറിച്ചിരിക്കുകയാണ്. കർത്താവിനെ അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് ഒരുപാട് പ്രയോറിറ്റികളുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരുടെ മക്കളെക്കുറിച്ച് അവർ സ്വപ്നം കാണുന്നത് പ്രത്യേക രീതിയിലാണ്. നമ്മൾ യൂറോപ്പിലൊക്കെ നോക്കിയാൽ മക്കളെയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്തണമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അത് ലോകത്തിൻ്റെ പാഠമാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്തുക. തീർച്ചയായിട്ടും സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുന്നവരായി തന്നെ വളർത്തണം, അത് വളരെ നല്ലതാണ്. എന്നാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം, പ്രിയമുള്ളവരെ, നമ്മൾ തമ്മിൽ ഉണ്ടാകേണ്ട ആ വളരെ മനോഹരമായ കൂട്ടായ്മ നഷ്ടപ്പെടുവാൻ സ്വയം കേന്ദ്രീകൃതമായി ജീവിക്കുന്നവർ ആ കൂട്ടായ്മയിൽ അംഗങ്ങളായാൽ ഇടവരും. നമ്മളെല്ലാവരും തന്നെ സ്വന്തം കാര്യം ചെയ്യാൻ കഴിവുള്ളവരായി വളർന്നവരാണെങ്കിലും നമ്മളുടെ മാതാപിതാക്കളും പൂർവികരും നമ്മളുടെ വിശ്വാസ പൂർവികരും നമുക്ക് പകർന്നൊരു കാര്യം, നമ്മുടെ ഇടവകയിൽ നമ്മൾ പള്ളിയിൽ പോകുമ്പോഴും നമ്മുടെ ഇടവകയിലെ തലമുറയ്ക്ക് വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി ആ തലമുറയ്ക്ക് വേണ്ടി ഇടവകയിൽ എന്തെങ്കിലും ചെയ്യുന്നവരായി നമ്മൾ മാറുന്നില്ലേ? നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ആത്മീയമായൊരു ഉണർവ് ഉണ്ടെന്ന് കാണുമ്പോൾ അവനെ പോയി അവൻ്റെ ഉണർവിനനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, അവൻ്റെ ദൈവിക പദ്ധതിയെ നമ്മൾ വീണ്ടും മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി ഊർജം പകരുകയാണ്. നമുക്കറിയാവുന്നൊരു ചെറുപ്പക്കാരൻ വഴിതെറ്റിപ്പോകുമ്പോൾ
അവന് വേണ്ടി വീട്ടിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് അവനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയാണ്, തിരിച്ചു കൊണ്ടുവരികയാണ്. അവനെ ഉപദേശിക്കാൻ പറ്റുന്ന രീതിയിൽ, അവനെ പേടിപ്പിക്കുന്ന രീതിയിലല്ല, അവനെ ഓടിപ്പിക്കുന്ന രീതിയിലല്ല, അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ പറ്റുന്ന രീതിയിൽ പ്രോത്സാഹനജനകമായ വാക്കുകൾ കൊണ്ട് അവനെ വീണ്ടും തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചാൽ, ആത്മീയതയിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ, നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ മതബോധന കേന്ദ്രങ്ങളിൽ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ വേണ്ടി ആത്മാർത്ഥതയോടെ നമ്മൾ, പ്രാർത്ഥനാ ചൈതന്യത്തോടെ നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ ലോകത്തിലെ ഏറ്റവും ആധുനികമായ മാർഗങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ കാറ്റഗിസത്തെ നമ്മൾ മനോഹരമാക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ തലമുറയ്ക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ നമ്മൾ ദൈവത്തോടൊപ്പം നിന്ന് നിറവേറ്റുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നും സ്വയം കേന്ദ്രീകൃതമായി മാത്രം ജീവിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരനാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഒരു പ്രാർത്ഥനക്കാരിയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അറിയണം, നിങ്ങളുടെ ഇടവകയിലെ, നിങ്ങളുടെ കുടുംബത്തിൽ, കുടുംബ കൂട്ടായ്മയിലെ, നിങ്ങളുടെ അയൽപക്കത്തെ അനേകം ചെറുപ്പക്കാരെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച്, കുടുംബങ്ങളെക്കുറിച്ച്, കുടുംബനാഥന്മാരെക്കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സഹായിയാണ് നീ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ പോരാ. അതിനാൽ നമ്മളുടെ ദൈവിക പദ്ധതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് മറ്റുള്ളവരെക്കുറിച്ചുള്ള പദ്ധതികളിൽ ദൈവത്തെ സഹായിക്കുകയാണ് എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വന്നുകൊണ്ട്, അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ തലമുറ ഒരു 200 കൊല്ലം കഴിഞ്ഞാലും ആത്മീയതയിൽ ജീവിക്കുന്നവരായി ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അത്തരമൊരു തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഉത്തരവാദിത്വം അബ്രഹാമിനെയും സാറായെയും പോലെ നമുക്കുമുണ്ട് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ കാലഘട്ടത്തിൽ എത്രയും തിന്മകൾ നിറഞ്ഞൊരു കാലഘട്ടത്തിൽ സോദോം ഗൊമോറയുടെയും മറ്റനേകം പാപങ്ങളും നിറഞ്ഞു നിന്നിരുന്നൊരു ലോകത്തിൽ വിശ്വാസം ഈ ലോകത്തിലേക്ക് പകർന്നു തരുവാൻ കരുത്ത് കാണിച്ച സാധാരണക്കാരായ അബ്രഹാമിനെയും സാറായെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഒക്കെ പോലെ ഈ കാലഘട്ടത്തിൽ എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മളുടെ ലോകത്തിലെ പ്രതിസന്ധികളോട് വെല്ലുവിളിച്ചുകൊണ്ട് വിശ്വാസം പകരുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള മനസ്സ് കാണിക്കണം. സഹോദര സഹോദരി, സമ്പാദിക്കുന്നത് നല്ലതാണ്, അത് ദൈവിക പദ്ധതികൾക്ക് വേണ്ടിയാകട്ടെ. നമ്മളുടെ ജീവിതം നമുക്ക് കരുപ്പിടിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം, ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് കരുപ്പിടിപ്പിക്കാത്തതെല്ലാം ദൈവത്തിൻ്റെ അഗ്നിയിൽ ഇല്ലാതെയാകും, അതെല്ലാം നശിച്ചു പോകും, ഒന്നും നിലനിൽക്കുകയില്ല. എന്നാൽ ദൈവിക പദ്ധതിക്കനുസരിച്ച് നമ്മൾ കരുപ്പിടിപ്പിക്കുന്നതെല്ലാം ഈ ലോകത്തിൽ അല്ലെങ്കിലും സ്വർഗത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടും. ദൈവം ഒരിക്കലും അതൊന്നും മറക്കുകയില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലെ പുസ്തകത്തിൽ വേണം എഴുതപ്പെടുവാൻ നമ്മളുടെ പേരും പ്രവൃത്തികളും. ഈ ഭൂമിയിൽ എഴുതപ്പെടുന്നതിനേക്കാൾ എത്രയോ വിലപിടിപ്പുള്ളതാണത്. പ്രിയമുള്ളവരെ, അതിനാൽ നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതി ചേർക്കാം, ദൈവത്തിൻ്റെ സഹായികളായി നമുക്ക് മാറാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ഈ ലോകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ അതിന് 100 ഇരട്ടി പ്രതിഫലം അവനിലേക്ക് കടത്തിവിടുമെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ദൈവമേ, ഒരു പാത്രം വെള്ളമെങ്കിലും സുവിശേഷത്തെ പ്രതി ശിഷ്യൻ എന്നതുപോലെ ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവന് പോലും പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ വലിയ ആഗ്രഹമാണല്ലോ ഞങ്ങളെല്ലാവരും അങ്ങയുടെ പദ്ധതികൾക്കനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കണമെന്നത്. അങ്ങയെ മറ്റുള്ളവരെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ വേണ്ടി അങ്ങയോടൊപ്പം ഞങ്ങൾ നിൽക്കണമെന്നത്. കർത്താവേ, ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ, സമൂഹത്തിൽ അങ്ങയുടെ അനേകം കാര്യങ്ങൾ നടക്കാൻ ഞങ്ങൾ നിമിത്തം കാരണമാകുമെന്നിരിക്കെ അതൊന്നും ചെയ്യാതെ മടിപിടിച്ചിരിക്കുന്ന ഞങ്ങളെ ഈ നിമിഷം അങ്ങ് ശാസിക്കണമേ. കലപ്പയിൽ കൈവച്ചവന് തിരിഞ്ഞു നോക്കാൻ അവകാശമില്ല. ഉപ്പിൻ്റെ ഉറകെട്ട് പോയാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന ഓർമ്മ, ആളുകൾ നിലത്തിട്ട് ചവിട്ടുമെന്ന ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. കർത്താവേ, എന്നെ ഉറകൂട്ടണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.